ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഉള്ളംകൈയിൽ അല്പം വെള്ളം വെച്ചുകൊണ്ട് ഈ പറയുന്ന അത്ഭുതകരമായ താളിയോല മന്ത്രം, അത് വളരെ ലളിതമായി ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചാൽ ആരെയും എളുപ്പത്തിൽ വശീകരിക്കാമെന്നുള്ളതാണ്. നമുക്ക് ഏത് കാര്യവും നേടിയെടുക്കാമെന്നുള്ളതാണ്. നല്ല കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. കാരണം ഇതെല്ലാം നല്ല ശിവവിദ്യകളാണ്. നമ്മൾ ഈശ്വര്യമായ വിദ്യകൾ എപ്പോഴും നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇപ്പം വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കം, ഇപ്പം ഭാര്യയ്ക്കോ ഭർത്താവിനോ ചെയ്യാം. അച്ഛനും അമ്മയും തമ്മിൽ അല്ല മക്കൾ ഇപ്പം അച്ഛനും അമ്മയും തമ്മിൽ പിണക്കം, മക്കൾക്ക് ഈ വിദ്യ ചെയ്യാം. അച്ഛനും മക്കളും തമ്മിൽ പിണക്കം, അച്ഛനോ മക്കൾക്കോ ചെയ്യാം. പിന്നെ നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് നമ്മളോടെല്ലാവരും വളരെ വിരോധമായിട്ട് പെരുമാറുന്നു, അങ്ങനെയുള്ളിടത്ത് ചെയ്യാം. ഏത് ആളുകളെയും നമ്മുടെ ഒരു സ്വാധീനത്തിലാക്കുവാനും നല്ല കാര്യത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഏത് കാര്യവും സാധിച്ചെടുക്കുവാനും ഈ മന്ത്രം ഉപയോഗിക്കാം. ഇത് താളിയോല, അതിപുരാതനമായ താളിയോല മന്ത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ അനുസരിച്ച് ചെയ്ത് നല്ല കാര്യത്തിന് പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഭഗവാന്റെ പാദം തൊട്ടാ പറയുന്നത്, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങളും അതേപോലെ ആ വിശ്വാസത്തോടു കൂടി ആ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട്, മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. ഇത് വെള്ളം വെച്ചുള്ള ഒരു വിദ്യയാണ്. താളിയോല മന്ത്രവും കൂടെ. ഈ താളിയോല മന്ത്രം ശിവന്റെ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഒരിക്കലും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സത്യസന്ധമായിട്ടുള്ള നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അപ്പോൾ മുഴുവൻ കണ്ടിട്ട് ശരിയായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ, കാണുന്ന ആരുടെയും ജീവിതത്തിൽ പ്രയോജനം ചെയ്യും. പിന്നെ ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. പിന്നീടാണേലും നമുക്ക് ഉപകാരപ്പെടും. ഇതിപ്പോഴാണേലും ഉപകാരപ്പെടും, എപ്പം വേണേലും ഉപകാരപ്പെടുന്ന എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള, എന്നും നിലനിൽക്കുന്ന രഹസ്യമായ ദിവ്യമായ അറിവുകളാണ്. മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇനിയും ഞാൻ ഇന്നലെ വീഡിയോ എനിക്കിടാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൊബൈലിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. അത് വെച്ചാണ് ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ തന്നെ പെൻഡിങ് ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പം വലിയ കുഴപ്പമില്ല, വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു. പുതിയതായിട്ട് ഈ ഏപ്രിൽ 6 മുതൽ പുതിയ വർക്കുകൾ കുറച്ചെടുക്കുന്നുണ്ട്, ഒരുപാടല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള, ഒരു വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. ആവശ്യമുള്ളവരും വാട്സപ്പിൽ ഇടുക. ആദ്യം ഇടുന്ന കുറച്ച് പേർക്ക്, എല്ലാവരുടെയും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് പേർക്ക് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആദ്യം ഇടുന്ന കുറച്ച് ആളുകൾക്ക്. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം തന്നെ ഇടുമ്പം തന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോൾ ഇടും. പിന്നെ ആദ്യം ഇടുന്നതെന്ന് ഞാനത് എടുത്തു പറയുന്നത് അല്ല സാറേ, ഞാനത് പിന്നീട് ഇടുന്നവരെ ആണെങ്കിലും ഞാൻ ലിസ്റ്റിൽ എഴുതി വെക്കുന്നത്, ചെയ്ത് തരാം, ധൃതി വെക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, നിങ്ങൾക്കറിയാമല്ലോ. ഒരു മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ രഹസ്യ വിദ്യയിലേക്ക് വരാം. അതായത് ഞാൻ വെള്ളിയാഴ്ച പുത്തങ്കാവലമ്പലത്തിൽ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ചെന്നപ്പം മൂവാറ്റുപുഴ എന്നൊരു അമ്മയെ കണ്ടു. അപ്പോൾ ആ അമ്മ പുത്തങ്കാവി വന്നത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞ ഒരു വഴിപാട് ചെയ്ത്, പുത്തങ്കാവലമ്മയ്ക്ക് ചെയ്തു, അവർക്ക് വീട് സ്ഥലവും വിറ്റു പോയി, അറുനാഴി പായസം. അപ്പോൾ അതിന് അമ്മയെ കാണാൻ വഴിപാട് ചെയ്യാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, അപ്പം എന്നെ കണ്ടു. കാരണം ഞാനാണല്ലോ ഇത് വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണല്ലോ അമ്മ അറിഞ്ഞ്. അപ്പം എന്നോട് പറഞ്ഞു, നന്ദി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പുത്തങ്കാവലമ്മയ്ക്ക് പോയി നന്ദി പറയുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അതെനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം ആയിരക്കണക്കിന് എത്രയോ ആളുകളുടെ സ്ഥലവും വീടും വിൽക്കുന്നവരെ, വാങ്ങുന്നവരെ ഒക്കെ ഇതുപോലെയുള്ള നല്ല ലളിതമായ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നേടിയെടുക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് നമുക്ക് വലിയ സന്തോഷമാണത്. അതും ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഏത് വഴിപാടാണെങ്കിലും വിശ്വാസത്തോടു കൂടി നേരണം. അത് അച്ചട്ടായിട്ട് നടക്കും. നിങ്ങൾക്കത് ഒരു വഴിപാട് നേർന്നിട്ട് ശരിയാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ തന്നെ സംശയമോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചിലപ്പം ആ സമയത്ത് ദേവി ചെല്ലണമെന്നില്ല. അതുകൊണ്ടാണ് ശരിയായിട്ട് ചെയ്ത ആയിരക്കണക്കിന്, എത്രയോ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ പറയാത്ത എത്രയുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് സ്ഥലം വീടും വിറ്റവരുണ്ട്, വാങ്ങിയവരുണ്ട്. സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ മലപ്പുറത്തു നിന്നൊരു അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. അവർ ഈ അടുത്ത ദിവസം പുത്തങ്കാവ് വരുന്നുണ്ട്. അവരുടെ ഒരു 1.5 പവൻ്റെ ഒരു മാലയും ഒരു ലോക്കറ്റൂടെ എവിടെയോ കാണാതെ പോയി. അപ്പം ഞാൻ അവനെ തിരിച്ച് മെസ്സേജ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്വർണ്ണമൊക്കെ കാണാതെ പോയാൽ കിട്ടുന്നവർ തരണമെന്നില്ല, വലിയ പാടാ കിട്ടാൻ. എങ്കിലും ആ അമ്മയുടെ വിഷമം കേട്ടപ്പം ഞാൻ വാട്സപ്പിൽ തന്നെ പറഞ്ഞു കൊടുത്താ,
പുത്തൻകാവിലമ്മയ്ക്ക് അറുനാഴി പായസം നേരം. അപ്പം നമ്മുടെയും കൂടെ ഒരു പ്രാർത്ഥന എൻ്റെ അകത്തുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെയും കൂടെ ഒരു മനസ്സുകൂടെ അവിടെ ചെല്ലുന്നുണ്ട്. അത് അമ്മ നേർന്നു. ഒരു ബീച്ചിൽ നിന്ന് അവിടെ നടക്കാൻ വന്നവരുടെ കാലയിൽ ഈ 1.5 പവൻ്റെ മാല പൊതഞ്ഞ് കിട്ടി. അവർ നേരത്തെ പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാല കണ്ടവരും അത് പോലീസിൽ ഏൽപ്പിച്ച് പിന്നെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് പോലീസ് ഇവരോട് വിളിച്ചു ചെല്ലാനെന്ന് പറഞ്ഞ് ഇവർക്ക് മാല കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ മാല കിട്ടിയെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അവർ പുത്തങ്കാലമ്പലത്തിൽ വരുന്നുണ്ട്. 1.5 പവൻ്റെ ഒരു മാലയും ലോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് എത്ര രൂപയുടെ ഇതാന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ നമ്മുടെ ഒരു സാധനം കളഞ്ഞു പോകുമ്പം ഇത് പുത്തങ്കാവിലമ്മയ്ക്കല്ലാതെ ആർക്കാ ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ആ സന്തോഷം കാരണം ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത് അത് തിരിച്ചു കിട്ടി. അത് അമ്മയുടെ വൈഭവമാണ്. ഞാൻ ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ഒരാൾ മെസ്സേജ് ചെയ്തായിരുന്നു ജപ്തി അവർക്ക് ആയി. അപ്പം ഞാൻ പറഞ്ഞു അയ്യപ്പന് ശനിയാഴ്ച ഒരു നെയ്വിളക്ക് 10-15 രൂപയുടെ ക്ഷേത്രത്തിൽ കിട്ടുന്ന നെയ്വിളക്ക് തെളിയിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മനസ്സങ്ങ് ചെല്ലണം, അല്ലെങ്കിൽ നമ്മളതുകൊണ്ട് ഫലമില്ല. അത് ഏത് പ്രാർത്ഥിച്ചാലും. അപ്പം എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ ചെയ്തു. 2 ആളുകളുടെ സഹായത്തോടു കൂടി അവർക്ക് ആധാരം തിരിച്ചെടുക്കാൻ പറ്റി. ജപ്തി ഒഴിവാക്കാൻ പറ്റി. ആധാരം തിരിച്ചെടുത്തു. വേറെ 2 ആളുകൾ അവരെ സഹായിച്ചു. അവർ നന്ദി പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞു ജീവിതം മാറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് വീഡിയോ പറയാൻ പറ്റത്തില്ലല്ലോ. സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇവരെല്ലാം നമ്പറും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല. എല്ലാം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ വാട്സപ്പിൽ. അപ്പം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം വെള്ളത്തിൻ്റെ കാര്യമാണെങ്കിലും ഈ താളിയോല മന്ത്രമാണെങ്കിലും എല്ലാം ഞാൻ 1600 വീഡിയോയിലായി ഇതുപോലെ സത്യമുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാവും. ശരിയായിട്ട് മനസ്സിലാക്കാതെ ശരിയായിട്ട് ചെയ്യാത്തവർക്ക് ഒരു ബലം ഉണ്ടാകത്തുമില്ല. ശരിയായിട്ട് ചെയ്യുന്നവരെല്ലാം ജീവിതം മാറിയിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഞാൻ ആ സന്തോഷം ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇനി വീഡിയോയിലേക്ക് വരാം. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. വാട്സപ്പിൽ ഞാൻ നിങ്ങൾ എല്ലാ മെസ്സേജുകളും ഞാൻ കണ്ടെന്ന് വരത്തില്ല. അതായത് വാട്സപ്പ് എടുത്താൽ പോലും എല്ലാ മെസ്സേജുകളും വായിക്കാനോ വോയിസോ കേൾക്കാനോ എനിക്ക് പറ്റുമെന്ന് വരത്തില്ല. അതുകൊണ്ട് ചുരുക്കി മാത്രമേ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുള്ളൂ. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യമാണ് പറഞ്ഞുതരാം. അങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നതിന് ഒരു അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞതിന് ഫീസോ കാര്യങ്ങളോ ഒന്നും വിടരുത്. ഈടെ ഒരാളത് ഫീസ് ഇട്ടു, ഞാൻ തിരിച്ചിട്ടു. അതിനൊന്നും ഫീസൊന്നുമില്ല. ഒരു നല്ല കാര്യം പറഞ്ഞു തരുന്നതിന് ഒരു ഫീസും ഇല്ല. പക്ഷെ പറഞ്ഞു തരുന്ന എല്ലാം ആത്മാർത്ഥയോട് കൂടി തന്നെയാണ്. വിശകലനം ചെയ്യുന്നതിന് ഒരു ചെറിയ നിശ്ചിത ഫീസേ ഉള്ളൂ. അത് എത്രയോ നമ്മൾ സഖ്യ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില എത്രയോ നമ്മൾ അതിന് മെനക്കെട്ടിരിക്കുന്നതിനേക്കാൾ തുച്ഛമായൊരു ഫീസേ പറയത്തുള്ളൂ. അല്ലാതെ ഈ വിശകലനം ചെയ്യുന്നതിന് മാത്രം തുച്ഛമായൊരു ഫീസേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനോ ഒരാൾക്കൊരു അത്യാവശ്യ കാര്യം അത് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതിനൊന്നും ഫീസ് ഒരു കാര്യങ്ങളുമില്ല. ഞാൻ തിരിച്ചിട്ടു. ഞാൻ തിരിച്ചിട്ടു, ഒരാളിട്ട് തിരിച്ചിട്ടു. അപ്പം അതിൻ്റെ ആവശ്യമില്ല. പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ ചിലരെങ്കിലും വിചാരിക്കും ഈ വെള്ളം കൊണ്ടുള്ള വിദ്യയ്ക്ക് വല്ല പ്രാധാന്യം ഉണ്ടോ എന്ന്. ഉണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ സീരിയലിനകത്തൊക്കെ കാണുന്നുണ്ട് മഹർഷിമാർ വെള്ളം എടുത്തിട്ട് ശപിക്കുന്നതൊക്കെ. നമ്മൾ വിചാരിക്കുന്നത് സീരിയലാ അതിൻ്റെ അകത്ത് അല്ല. വെള്ളം കൊണ്ടുള്ള വിദ്യകൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. വെള്ളം അനുഗ്രഹിക്കാനും ശപിക്കാനും വെള്ളം ഉപയോഗിക്കാം. അനുഗ്രഹിക്കാനും ശപിക്കാനും വെള്ളം ഉപയോഗിക്കാം. പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട്. നമ്മൾ കുളിച്ചീറനോടെയുള്ള പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലം കാണും. നമ്മളിപ്പോൾ ബലിയിടുന്നു, ഈറനോടെ ബലിയിടുന്നത്. പിന്നെ ക്ഷേത്രത്തിൽ പോയി പണ്ട് കാലങ്ങളിൽ ഈറനോടെ തൊഴുന്ന ഒരു ഏർപ്പാട്. ഇപ്പോൾ അങ്ങനെയല്ല. എങ്കിൽ പോലും നമ്മൾ രാവിലെ നമ്മുടെ കുളിമുറി എന്നാണെങ്കിൽ പോലും ഈറനോടെ പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടന്നിരിക്കും എന്നുള്ള ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകൾ. ഈറനോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അപ്പം ഈ ജലം തൊട്ടുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ടെന്ന് അറിയാത്തവരറിയുക, അറിയുന്നവർക്കറിയാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പല കാര്യങ്ങളും നേടിയിട്ടുള്ളവരുണ്ട്. അറിയാത്തവരറിയുക, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒരു താളിയോല മന്ത്രം കൂടാണ് ജപിക്കേണ്ടത്. ഇത് ആരെ എളുപ്പത്തിൽ സ്വാധീനിക്കുക അല്ലെ വശത്താക്കാം നല്ല കാര്യത്തിന് വേണ്ടി. അപ്പോൾ അതുകൂടെ ആ മന്ത്രം കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വിദ്യ ചെയ്യുമ്പം രാവിലെ കുളി കഴിഞ്ഞ് കുളിമുറിയിൽ നിന്ന് ഈ കുളിമുറിയിൽ നിന്ന് പ്രാർത്ഥനകൾ ചെയ്യാവോ ഇല്ലയോ എന്ന് പലർക്കും സംശയം കാണും. ചെയ്യാം, 100% ചെയ്യാം. നമ്മൾ കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാല് വെച്ച് കയറണം. കുളിമുറിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ വലതുകാല് വെച്ച് ഇറങ്ങണം. ഈ ഇടതുകാല് വെച്ച് കയറുന്ന നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കാനാണ്. പിന്നെ നമ്മൾ വലതുകാല് വെച്ച് ഇറങ്ങുക. ഇത് ശരനൂൽ രഹസ്യമാണ് കേട്ടോ. അങ്ങനെ ചെയ്തവർക്കൊക്കെ എൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഒരുപാട് അനുഭവങ്ങൾ. അപ്പം കുളിമുറിയിൽ നിങ്ങൾ കുളി കഴിഞ്ഞ് പ്രാർത്ഥനകളെല്ലാം ചെയ്തു കഴിഞ്ഞ് അല്പം വെള്ളം നിങ്ങളുടെ ഇടത് കൈയിൽ പിടിച്ചു വലത് കൈയുടെ ഉള്ളം കൈ ഒഴിക്കുക. എന്നിട്ട് അതങ്ങ് കയ്യിൽ നിന്ന് തുറന്ന് പൊക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഊർന്ന് പൊക്കോട്ടെ, കുഴപ്പമില്ല.
അല്പം വെള്ളം വലത് കൈ പിടിച്ച് ഈ ഇടത് കൈയിലെ ഉള്ളം കൈയിൽ ഒഴിക്കുക, അത് ഊർന്ന് പൊക്കോട്ടെ. എന്നിട്ട് രണ്ട് കൈയിലും ചേർന്ന് പിടിച്ച് ഉള്ളം കൈയിൽ നോക്കി ഈ പറയുന്ന മന്ത്രം, ഈ താളിയോല മന്ത്രമാണ് ഇത്. ഞാൻ പറയാൻ പോകുന്ന മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ട് നിങ്ങൾ ജപിക്കാവുള്ളൂ. ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക. ഹ്രീം, ഹ്രീം എന്നുള്ള ഹായ കേട്ടോ, ഒരു ഹ്രീമേ ഉള്ളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ സർവദുഷ്ട സംഹാരകായ ഹും ഫട്ട് സ്വാഹ. ഈ മന്ത്രത്തിന് അഘോര മന്ത്രവുമായിട്ട് സാമ്യമുണ്ട്, പക്ഷെ അഘോര മന്ത്രവുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് അഘോര മന്ത്രം, അഘോര മന്ത്രത്തിന്റെ തന്നെ ഒരു വകഭേദമാണ്, അഘോര മന്ത്രമല്ല. ഇത് വശ്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന താളിയോല മന്ത്രമാണ്. ഇതിനകത്ത് സർവ ദുഷ്ട സംഹാരകായ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലൊന്നും അങ്ങനെ മന്ത്രത്തിൽ അങ്ങനെ ഒരു വരി ഉണ്ടേ പോലും ഇത് വശ്യമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല, വശ്യം മാത്രമാണ്. വശ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് കൃത്യമായ ആ അറിവിന്റെ ബോധ്യത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇതിനകത്ത് ഹും ഫട്ട് സ്വാഹ എന്നൊരു മന്ത്രോച്ചാരണം അവസാനം മന്ത്രമുണ്ട്. അത് അതീവ ശക്തിയുള്ള ഒരു ഉച്ചാരണമാണ് ഈ മന്ത്രത്തിന്റെ അവസാനം വന്നിരിക്കുന്നത്. പിന്നെ ഇത് മന്ത്രം ആരംഭിക്കുന്ന ഹ്രീമല, ഹ്രീം എന്ന ബീജത്തല, അവിടെ ഓമെന്നൊന്നും ആദ്യമില്ല, ഹ്രീം. ഈ ഹ്രീം എന്ന ബീജം എന്ന് പറഞ്ഞാൽ ശക്തി ബീജമാണ്, ഭുവനേശ്വരി ബീജമാണ്. അതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, വളരെ പവർഫുള്ളാണ്. ഒരു മരത്തിന്റെ ഒരു വിത്തിനകത്ത് ഒരു മരം ഇരിക്കുന്ന പോലെ, ഇപ്പം മാവിന്റെ മാങ്ങാണ്ടി, അതിനകത്ത് അത് നട്ട് കഴിയുമ്പോൾ അതിനകത്തു നിന്ന് ഒരു മാവ് കിളിച്ചു വരിക. അപ്പം ഒരു വിത്തിനകത്ത് ഒരു മരമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഹ്രീം എന്ന ബീജിനകത്ത് വലിയ ഒരു ശക്തിയുടെ ലോകം തന്നെ ഉണ്ട്. അത്ര പവർഫുൾ ആയത് ഈ ഹ്രീം എന്നുള്ള ബീജം. പിന്നെ സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര എന്നുള്ള അഘോര മന്ത്രത്തിന്റെ ഒരു വകഭേദം, അത് പക്ഷെ അഘോര മന്ത്രമല്ല. മനസ്സിലായല്ലോ? ഇത് ഇതുപോലെ തന്നെ ജപിക്കണം. ഹ്രീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തര തനുരൂപ സർവദുഷ്ട സംഹാരകായ ഹും ഫട്ട് സ്വാഹ. ഇങ്ങനെ തന്നെ ജപിക്കണം. അപ്പൊ ഈ മന്ത്രം നിങ്ങൾ 3 തവണ ഏത് വ്യക്തിയാണോ നിങ്ങൾ വശത്താക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക, വാ കൊണ്ട് ജപിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട, ഈ വ്യക്തി എനിക്ക് വശമാകുമോ, ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത് അനുകൂലമാകുമോ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. ആ ചെയ്ത ഉടനെ ചിന്തിക്കേണ്ട അതേക്കുറിച്ച്. വലതുകാലം വെച്ച് കുളിമുറിയിൽ നിന്ന് ഇറങ്ങാം. പിന്നെ ശ്രദ്ധിച്ച് കേട്ടോണം, ഇനി ആ മന്ത്രത്തിന്റെ രഹസ്യം കിടക്കുന്നത്. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴെല്ലാം മനസ്സിൽ ഈ മന്ത്രം ജപിക്കുക. പിന്നെ വാഗുകൊണ്ട് ജപിക്കണ്ട. രാവിലെ കുളിമുറി എന്ന് വാഗുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. ആ ഏത് വ്യക്തിയാണ് ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ ഒരു വണ്ടിയെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്തോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ആവർത്തിക്കണം. കൂടുതൽ ആവർത്തിക്കുമ്പോഴാണ് ഇതിന്റെ ഫലം ഉണ്ടാകുന്നത്. ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും, ചിലർക്ക് ചിലപ്പോൾ കുറെ ആവർത്തിക്കേണ്ടതായി വരാം. പക്ഷേ ഇത് വിശ്വാസത്തോടെ ആവർത്തിച്ചവരെല്ലാം പല കാര്യങ്ങളും, നടക്കാത്ത കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്ന വിദ്യകൾ ഒരുപാട് ആളുകൾ നല്ല കാര്യങ്ങളാണ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട്. ഇപ്പം ഇന്ന് എനിക്കൊരു അമ്മ, ഇത് പെട്ടെന്ന് ഞാനിപ്പോൾ ഓർത്തപ്പം പറയാണ്, വാട്സപ്പിൽ ഇന്ന് വന്നൊരു മെസ്സേജാണ്. നമ്പറും എല്ലാം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, മെസ്സേജ് ചെയ്യുന്നു അവരുടെ. ഞാനത് ബുക്കിൽ എഴുതിയിട്ടു. അപ്പോൾ അമ്മയുടെ ആധാരം കാണാതെ പോയി. അപ്പോൾ അതിന് പുത്തൻകാവിലമ്മയ്ക്ക് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അറുന്നാഴി പായസം ചെയ്ത് ഒരുപാട് ആധാരങ്ങൾ ഇതുപോലെ കാണാൻ പോയി കിട്ടിയ അനുഭവമുണ്ട്. അത് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ആധാരം കിട്ടി. അപ്പോൾ അമ്മ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നു. ആ വോയിസ് ഇപ്പോഴും വാട്സപ്പിൽ കിടപ്പുണ്ട്. ഇതുപോലെ ആളുകൾക്ക് പ്രയോജനമായ ലോകോപകാരപ്രദമായ കാര്യങ്ങൾ പറയുന്ന അങ്ങേക്ക് കൂടി നന്ദി എന്ന് പറഞ്ഞു. ഇതെന്റെ കഴിവല്ല, പരമേശ്വരനാ, ഈശ്വരന് നന്ദി മഹത്വം. എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഈശ്വരന് നന്ദി മഹത്വം. അപ്പോൾ ഇതുപോലെ എത്രയോ ആളുകളുടെ ഒരാളുടെ ഒരു ആധാരം കാണാതെ പോയത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. ഈ ആധാരം നശിച്ചു പോയല്ലേ, കാണാതെ പോയല്ലേ, എവിടെയെങ്കിലും പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെയൊക്കെ പുറകെ പോകണ്ടേ. എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, മാനസിക സംഘർഷങ്ങൾ, ചെറിയ കാര്യമാണ്. ഒരു പ്രോപ്പർട്ടിയുടെ ഒക്കെ ഇത് ആധാരം കാണാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഞാനത് പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഒരു ലോൺ പാസ്സാകാൻ നിങ്ങൾ നടന്നിട്ട് കിട്ടുന്നില്ല, ഒരു മാനേജറാണ് തടസ്സം നിൽക്കുന്നത്,
അപ്പോൾ അവരെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ അനുകൂലമാക്കാൻ, നമുക്കൊരു ജോലിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെ നമ്മുടെ ബോസ് മോശമായി പെരുമാറുന്നു, അവരെ നമുക്ക് ഒരു അനുകൂലമാക്കാൻ, അല്ലെ ജോലിയുടെ തടസ്സം മാറാൻ, വിദേശത്ത് ജോലി കിട്ടാൻ, ഏത് കാര്യത്തിനും ആ കാര്യം നടന്നതായിട്ട് ചിന്തിച്ച് ജപിക്കണം. ആ കാര്യം നടന്ന് കിട്ടിയതായിട്ട് സങ്കല്പിച്ച് ജപിക്കണം. ആ കാര്യം നടന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ. വിശ്വാസം ആ ശരിയായിട്ട് വിശ്വാസമില്ല ഒരു ബലവും കിട്ടത്തുമില്ല കേട്ടോ. അതുകൂടെ ശ്രദ്ധിച്ചോണം. അത്ര വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസത്തോടെ ജപിക്കണം. മനസ്സിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഉറച്ച വിശ്വാസത്തെക്കുറിച്ച്, നിഷ്കളങ്കമായ വിശ്വാസത്തെക്കുറിച്ച്, സംശയമില്ലാത്ത വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലാണ് എല്ലാ അത്ഭുതങ്ങളും ഇരിക്കുന്നത്. മാർക്കണ്ഡേയന്റെ വിശ്വാസം, അതായത് കാലഭാഷ വെറിഞ്ഞപ്പോഴും ശിവനിലുള്ള അചഞ്ചലമായ നിഷ്കളങ്കമായ ഉറച്ച വിശ്വാസം. പാഞ്ചാലിയുടെ വിശ്വാസം, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഗോവിന്ദനിൽ പാഞ്ചാലി വിശ്വസിച്ചു, ഉറച്ചു വിശ്വസിച്ചു. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ പാഞ്ചാലിക്ക് അതിന്റെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടി, ചേല കിട്ടി. ആ വിശ്വാസമാണ് വേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസമാണ് അത്ഭുതം സൃഷ്ടിക്കുന്നത്. അത് എപ്പോഴും ഓർത്തോണം. സംശയങ്ങളോ ചഞ്ചലമായ മനസ്സോ ഉണ്ടെങ്കിൽ അത് ഫലം കിട്ടണമെന്നില്ല. നമ്മളങ്ങനെ നിഷ്കളങ്കമായ ശുദ്ധമായ മനസ്സോടുകൂടി സംശയമില്ലാതെ വിശ്വസിച്ചാൽ എന്തും നമുക്ക് ഭഗവാൻ അനുകൂലമാക്കി തരുമെന്നുള്ളതാണ്. നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഇതിലെ ഈശ്വര്യമായ കാര്യങ്ങളാണ്. ഇത് നമ്മൾ തെറ്റായ ഒരു കാര്യത്തിന് ഉപയോഗിച്ചാൽ കർമാസ് തിരിച്ചടിക്കും. അതുകൂടെ അറിഞ്ഞുകൊള്ളുക കേട്ടോ. നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ഒരു ജോലിക്ക് വേണ്ടി, നമ്മുടെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, നമുക്ക് നല്ല ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരാളെ അനുകൂലമാക്കണം. പിന്നെ വീട്ടിൽ ബഹളം, വഴക്ക്, അല്ലെ നമ്മുടെ ഓഫീസടുത്ത പ്രശ്നം, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ഇതൊക്കെ അതുപോലെ ഒരു പവിത്രമായ അറിവുകൾ, എന്തും ജീവിതത്തിൽ സാധിച്ചെടുക്കാവുന്ന കാര്യങ്ങളായി പറഞ്ഞു തരുന്നത്. എന്തു കാര്യവും ജീവിതത്തിൽ നേടിയെടുക്കാവുന്ന കാര്യമാണ്. ഇനിയും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം, മനസ്സിലായോ? ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭസ്മം ഈ കയ്യിൽ പിടിച്ചുകൊണ്ട്, നിങ്ങളുടെ വലത് കൈ പിടിച്ചുകൊണ്ട് ഭസ്മം പിടിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ, അതായത് വീടിന് വെളിയിൽ ഭൂമിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വന്നു ഈ ഭസ്മം ആ തെക്ക് പടിഞ്ഞാറേ മൂലയിലേക്ക് ഒന്നുകിൽ ഒരു ചെറുതായിട്ടൊന്ന് മണ്ണ് മാന്തി കുഴിച്ചിടുക, അധികം താഴരുത്. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അത് ശനിയാഴ്ച ചെയ്യുക, ആരും കാണാതെ ചെയ്യണം. കാരണം വെളുപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും വേറെ വല്ലവരും. നമ്മൾ നല്ല കാര്യം ചെയ്യുന്നത്, ഇച്ചിരി ഭസ്മം പ്രാർത്ഥിച്ച് നമ്മുടെ പുരയിടത്തിൽ നമ്മൾ കുഴിച്ചിടുന്നേ ഉള്ളൂ ഈശ്വരാധീനത്തിന് വേണ്ടി. അത് നല്ല കാര്യമാണ്. പക്ഷേ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് മോശമായിട്ട് ചിന്തിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ അത് ബാധിക്കും. അതുകൂടെ കഴിവതും ആരും കാണാതെ ചെയ്യുക. അതിനും കണ്ടാലും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, ഒന്നുകൂടെ ചെയ്യുക. ഇത് ശനിയാഴ്ചകൾ ചെയ്യുന്ന നല്ലതാണ്. അല്പം ഭസ്മം നിങ്ങളെ വലത് കൈ പിടിച്ചോ പ്രാർത്ഥിച്ച് ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ച് വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭൂമിയിൽ ഒരു അല്പം ഒന്ന് ചെറിയതായിട്ടൊന്ന് മണ്ണെടുത്താൽ മതി, ഒരു കൈ കൊണ്ട് മാന്തിയാലും മതി. എന്നിട്ട് ഭസ്മം ഇട്ടിട്ട് ഇത് ഭഗവാനോട് സർവ്വ ഐശ്വര്യങ്ങളും നൽകണേ എന്ന് പ്രാർത്ഥിച്ച്, ആരോടാ? പരമേശ്വരനോട് പ്രാർത്ഥിച്ച് അത് മൂടുക. മനസ്സിലായില്ലേ? ഇത് ശനിയാഴ്ചകൾ ചെയ്യുന്ന നല്ലതാണ്. ശനിയാഴ്ച ചെയ്യുവാണെങ്കിൽ ഇത് സൂര്യോദയത്തിന് മുമ്പ് ചെയ്യണം, ഇരുട്ടുള്ള സമയത്ത് ചെയ്യണം. 4:30-ക്കോ 5 മണിക്കോ ആ ഒരു സമയത്ത് ചെയ്യണം. കഴിവതും ആരും കാണാതെ ചെയ്യണം. മറ്റൊന്നുമല്ല, എന്നെങ്കിൽ നമ്മൾ ഒരാൾ കണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ഫലവും കിട്ടത്തില്ല. ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമാണ്. പക്ഷേ എങ്കിലും കഴിവതും അങ്ങനെ ചെയ്യുക. മനസ്സിലായില്ലേ? നല്ലതാണ്. അത് ആവശ്യമുള്ളവർ ചെയ്യുക. ഈ കന്നിമൂലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഐശ്വര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ ചില ദേവതകളെ പിടിച്ചാൽ മതി. അങ്ങനെ ഒരു രഹസ്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വ്യാഴാഴ്ച നരസിംഹസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ചുമന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പോകണം. അത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചുമന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ചുമന്ന വസ്ത്രം ധരിച്ച്, ഇപ്പോൾ ആണുങ്ങളാണ് ചുമന്ന ഷർട്ട് ഇടുക, സ്ത്രീകളാണ് ചുമന്ന സാരി ഇടുക, അത്രയേ ഉള്ളൂ. അല്ല വേറെ വലിയ സംഭവമൊന്നും അതിൻ്റെ അകത്തില്ല. ചുമന്ന വസ്ത്രമായിരിക്കണം, അത്രയേ ഉള്ളൂ. മൊത്തം ചുമപ്പായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആണുങ്ങളാണ് ഷർട്ട് മാത്രം ചുമപ്പായിരുന്നാലും മതി, സ്ത്രീകളാണെങ്കിൽ സാരി, അത് പിന്നെ മൊത്തം ചുമപ്പായിരിക്കുമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ ചുരിദാറാണെങ്കിൽ ചുരിദാറിൻ്റെ ഒരു ഭാഗം ചുമപ്പായിരുന്നാലും മതി. പിന്നെ അങ്ങനെ ഒരു ചുമപ്പ് വേണമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നെയ്വിളക്ക്, ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക് തെളിയിച്ച് നരസിംഹസ്വാമിയോട് പ്രാർത്ഥിക്കുക. സകല ശത്രുദോഷങ്ങളും മാറിക്കിട്ടും. അതായത് പെട്ടെന്ന് മാറിക്കിട്ടും. ചുമന്ന വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച രാവിലെ നരസിംഹസ്വാമിക്ക് നെയ്വിളക്ക് ക്ഷേത്രത്തിൽ തെളിയിച്ചാൽ, അതെന്ന് വെച്ചാൽ ശത്രുദോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷം എല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇനിയും ഇതുപോലെ തന്നെ വ്യാഴാഴ്ച വെള്ള വസ്ത്രം ധരിച്ച് നരസിംഹസ്വാമിക്ക് നെയ്വിളക്ക് തെളിയിച്ചാൽ
ദൃഷ്ടിദോഷങ്ങൾ മാറിക്കിട്ടും. ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ അല്ലെ ഒരു കൂട്ടം വ്യക്തികളുടെ പവർഫുള്ളായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി നമുക്ക് നേരെയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ദുർബലമാണെങ്കിൽ നമ്മളെ ബാധിക്കും. ദുർബലമല്ലെന്നുണ്ടെങ്കിൽ ഒരു ചുക്കും ബാധിക്കാൻ പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ദൃഷ്ടിദോഷം നമ്മുടെ മനസ്സൊരു വീക്ക് ആവുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിലൊരു ചഞ്ചലത ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ബാധിക്കും, അല്ലെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ ഇത് ദൃഷ്ടിദോഷം കണ്ണേർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കല്ലുകൊണ്ട് ഏറ് കിട്ടിയാലും കണ്ണുകൊണ്ട് ഏറ് കിട്ടരുതെന്നാണ് പറഞ്ഞത്. കണ്ണേറിന് വളരെ ശക്തിയുണ്ട്. അപ്പൊ ഈ ദൃഷ്ടിദോഷം ഒരാളുടെ ബിസിനസ് നല്ല നിലയിൽ പോവുകയാണ്, പെട്ടെന്ന് തകരുന്നു. ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് അവന് വല്ലാത്തൊരു തകർച്ചയിലേക്ക് പോകുന്നു. ഒരു കുടുംബം നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് തകരുന്നു. ഇങ്ങനെ പലതിൻ്റെയും പുറകെ ദൃഷ്ടിദോഷം എന്നൊരു സംഭവമുണ്ട്. അപ്പൊ അതിന് ഈ വെളുത്ത വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു സൂര്യോദയത്ത് ഒരു 6-നും 7-നും ഇടയ്ക്ക് പോയി വഴിപാട് ചെയ്ത പ്രത്യേക ഫലമാണ് കേട്ടോ. നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയി വെള്ളവസ്ത്രം ധരിച്ച് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഇതിനൊക്കെ പെട്ടെന്ന് മാറ്റം കിട്ടുമെന്നുള്ളതാണ്. അത്ഭുതകരമായ കാര്യമാണ്. ഇനിയും ഈ വ്യാഴാഴ്ച വരെ മഞ്ഞ വസ്ത്രം ധരിച്ച് നരസിംഹസ്വാമിയുടെ നടയിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ, നെയ്വിളക്ക് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സമ്പൽ സമൃദ്ധി അതുപോലെ നരസിംഹസ്വാമി തരും. മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വ്യാഴാഴ്ച രാവിലെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ സമ്പത്ത് അതുപോലെ തരും. ഇത് നിങ്ങൾക്ക് ആവശ്യം പോലെ ആവർത്തിക്കുക. പെട്ടെന്ന് ചില മാറ്റങ്ങൾ വരാൻ ചില ദേവതകൾക്ക് ചില ലളിതമായ കാര്യം ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനിയും ഒരു കേസ് നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഉയർച്ചയില്ല, അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കല്യാണം നടക്കുന്നില്ല, ഇനി അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടകാര്യം നടക്കാൻ ഇതുപോലെ തന്നെ ഒരു ചെറിയ രഹസ്യവിദ്യയുണ്ട്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോയി ഒരു നാരങ്ങ, ചെറിയൊരു നാരങ്ങ, പിന്നെ ഒരു നാണയം, അത് നാണയം എന്നുള്ളതേ ഉള്ളൂ, അത് 1 രൂപ വേണമെന്ന് നിർബന്ധമില്ല. ഒരു നാണയം 1 രൂപ ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു നാണയം 1 രൂപയാണെങ്കിൽ കൂടുതൽ നല്ലത്. 1 രൂപ നാണയം, ഒരു നാരങ്ങ, ഒരു വെള്ളപുഷ്പം, മൂന്നോട് ഒരു തൂശനില വെച്ച് അല്ലെ ചെറിയൊരു ഇല വെച്ച് 6 വലത്ത് വെക്കണം. ഓം ശരവണ ഭവ വാഗൊണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. എന്നിട്ട് മുരുകനോട് ഒരു കാര്യം പറഞ്ഞ് നടക്കി വെക്കുക, ലയിച്ചു മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു വെക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് ലയിച്ച് പ്രാർത്ഥിച്ചു വെക്കണം. വെച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇത് ചൊവ്വാഴ്ചകളെ ആവർത്തിച്ചാൽ കേസുകളിൽ വിജയം ഉണ്ടാകാൻ നല്ലതാണ്. അതുപോലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ തീരാൻ നല്ലതാണ്. അതുപോലെ തന്നെ വീട് സംബന്ധമായ വീട് പണി തടസ്സപ്പെടുന്നു, അല്ലെ വീട് സ്ഥലവും വാങ്ങണം, ഇതിനും നല്ലതാണ്. അതുപോലെ കല്യാണം നടക്കാത്തവർ കല്യാണം നടക്കാൻ നല്ലതാണ്. അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാനും നല്ലതാണ്. സൗകര്യം പോലെ ചെയ്യുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. ഈ ക്ഷേത്രത്തിൽ പോയാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. എന്താ നിങ്ങൾക്കറിയാവോ? ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്നാമത്തെ കാര്യം, തലേദിവസം ധരിച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് പോകരുത്. ഒന്നുകിൽ പുതുവസ്ത്രം അല്ലെങ്കിൽ നമ്മൾ അലക്കിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാവുള്ളൂ. അതുപോലെ ശരീരശുദ്ധി വേണം. ശരീരശുദ്ധി എന്ന് വെച്ചാൽ നമ്മൾ നല്ല ശരീരം ശുദ്ധമായിട്ട് തന്നെ പോകണം. പിന്നെ ശരീരശുദ്ധി വേണം, വസ്ത്രശുദ്ധി വേണം, പിന്നെ വേണ്ടത് മനഃശുദ്ധി. മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ക്ഷേത്രത്തിൽ പോകുന്നു, നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കഴിഞ്ഞ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ കൊണ്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഷമമുണ്ട്, നിരാശയുണ്ട്, അല്ലെ നമുക്ക് കുറെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്, നിരാശയുണ്ട്, അല്ലെങ്കിൽ അസൂയയുണ്ട്, അല്ലെ കുശുമ്പുണ്ട്, അല്ലെ വെറുപ്പുണ്ട്, അല്ലെ ദേഷ്യമുണ്ട്. ഈ വിധ വികാരങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നമ്മളുടെ വികാരങ്ങളാണ്. അതൊരിക്കലും ഈശ്വരബോധവുമായിട്ട് കണക്റ്റ് ആകത്തില്ല. ഈ വികാരങ്ങളൊന്നുമില്ലാതെ ശുദ്ധമായ ഒരു മനസ്സ്, ഒരു ചിന്തയില്ലാതെ ഒരു കുട്ടിയുടെ പോലുള്ള നിഷ്കളങ്കമായ മനസ്സാകുമ്പോഴാണ് അത് ശുദ്ധ മനസ്സാകുന്നത്. അപ്പോൾ ആ ശുദ്ധ മനസ്സിലാണ് ശുദ്ധ ബോധം ഉണ്ടാകുന്നത്. ആ ശുദ്ധ ബോധം എന്ന് പറഞ്ഞാൽ അത് ഈശ്വരനാണ്. എനിക്ക് ഇപ്പം അഹങ്കാരം തോന്നുക, എനിക്ക് അല്ലെങ്കിൽ വിഷമം തോന്നുക, അല്ലെങ്കിൽ നിരാശ തോന്നുക, സന്തോഷമോ സങ്കടമോ എന്തോ ആയിക്കോട്ടെ, ഈ വികാരങ്ങളെല്ലാം എൻ്റേതാണ്. ഈ വികാരങ്ങൾക്ക് അപ്പുറമുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സാണ് ഈശ്വരൻ. അപ്പൊ ഒരു ചിന്തയില്ലാതെ നിഷ്കളങ്കമായ മനസ്സോട്, ശുദ്ധ മനസ്സോട്, ശുദ്ധ മനസ്സെന്ന് പറയുമ്പോൾ ശുദ്ധ ബോധമായി നിങ്ങൾ ഒരു പൂവെങ്കിലും ഈശ്വരന് നടയെ വെച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. 10 തവണ അല്ലെ എത്ര തവണ പോയി വഴിപാട് ചെയ്തിട്ടും നടക്കാത്ത കാര്യം നടക്കും. നിങ്ങൾ എന്നിട്ട് ഈശ്വരനോട് നന്ദി പറയുക. നിങ്ങൾ ക്ഷേത്രത്തിൽ ആ ദേവതയോട് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങൾ
അവിടെ നിന്നുകൊണ്ടോ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞോ അല്ലെ വീട്ടിൽ വന്നോ എപ്പോഴാണേലും ഈശ്വരനോട് ഈശ്വരാന്ന് വിളിച്ച് നന്ദിയും പറയണം. ക്ഷേത്രത്തിൽ ഇപ്പം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണനോട് നന്ദി പറയണം. അത് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നോ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞോ അല്ലെ വീട്ടിൽ വന്നു കഴിഞ്ഞാണോ അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഈശ്വര ഞാൻ എല്ലാത്തിനും നന്ദി പറയുക. ഞാൻ ശ്വസിക്കുന്നതിന് നന്ദി, ഞാൻ കാണുന്നതിന് നന്ദി, ഞാൻ കേൾക്കുന്നതിന് നന്ദി, നടക്കുന്നതിന് നന്ദി, ജീവിച്ചിരിക്കുന്നതിന് നന്ദി, എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി ഈശ്വരാന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ ഈ വെളിയിലോട്ട് പോകുന്ന ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തീർന്നു, നമ്മുടെ ലോകം അവസാനിച്ചു. ഇപ്പം നമ്മൾ ശ്വാസം വെളിയിലോട്ട് വിടുന്നു, അത് തിരിച്ചെടുക്കാനുള്ള ശേഷി എൻ്റെ ശരീരത്തിനില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ തീർന്നില്ല എൻ്റെ ജീവിതം. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് വലിയ സംഭവം ഒരു കുന്തവും ഇല്ല. വെളിയിലോട്ട് വിടുന്ന ശ്വാസം അകത്തേക്ക് എടുക്കാനുള്ള ശേഷി ശരീരത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടും ആ ശേഷി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജീവിതം അവിടെ അവസാനിച്ചു. അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം. അല്ല നമ്മൾ വലിയ സംഭവമൊന്നും അല്ല, നമ്മളിതൊന്നും കാണുന്നൊന്നും കൊണ്ടുപോകത്തുമില്ല, ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കി ആ ഈശ്വരനോട് എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് നടക്കാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് ഇരിക്കാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുന്നതിന് നന്ദി, ആഹാരം കഴിക്കാൻ പറ്റുന്നതിന് നന്ദി. ഈശ്വരൻ ഇതിനൊക്കെ നന്ദി പറയുക, ബാക്കിയെല്ലാം പുറകെ വന്നോളും. അല്ലാതെ എനിക്ക് അതില്ല എനിക്കിതില്ല എന്ന് പറയുന്നതല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റങ്ങളും കുറവുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ ഉള്ളിലെ മനസ്സ് ഈശ്വരനുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആകത്തില്ല. അതെല്ലാം നമ്മുടെ വികാരങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ ഉള്ളില് ആ ഈശ്വരനോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ശുദ്ധ ബോധം ഉണ്ടാവും. അപ്പോഴാണ് ഈശ്വരനുമായിട്ട് നമ്മുടെ മനസ്സ് കണക്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഈ നന്ദി പറയുന്നവർക്കെല്ലാം ഈ ഉയർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എപ്പോഴും ഈശ്വരനോട് എല്ലാത്തിനും നന്ദി പറയുക, ബാക്കിയെല്ലാം വന്നു ചേർന്നോളും. ഇങ്ങനെ നിങ്ങൾക്കൊരു നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി എന്ത് വഴിപാട് ചെയ്താലും നിങ്ങൾക്കത് ഫലമാകും. 10 തവണ പോകുന്നതിന് പകരം ഒരു തവണ പോയി ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ പോലും അത് ഫലമാവും. കാരണം ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ അകത്തെ കാര്യം. ഈശ്വരൻ നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളായിരിക്കും. പിന്നെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും വഴി മാറും, എല്ലാ പ്രശ്നങ്ങളും മാറും. നിങ്ങൾക്ക് എല്ലാം ഈശ്വരൻ നൽകും. എപ്പോഴും ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ജോലി ചെയ്യുന്നതിനിടയ്ക്കോ വണ്ടി ഇരിക്കുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഈശ്വരനോട് നന്ദി പറയുക. ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുക. നമ്മൾ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റതിന് നന്ദി, നമ്മൾ ഈ പ്രഭാതം കണ്ടതിന് നന്ദി, എനിക്ക് നല്ല സുഹൃത്തുക്കളെ തന്നതിന് നന്ദി, എനിക്ക് നല്ല ചിന്തകൾ തന്നതിന് നന്ദി, എനിക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള ധനം തന്നതിന് നന്ദി. അല്ലെങ്കിൽ ഞാൻ കോടീശ്വരനായാലും നന്ദി പറയുള്ളൂ എന്ന് വിചാരിക്കരുത്. എനിക്ക് അന്നന്നത്തേക്ക് ജീവിക്കാനുള്ള ധനം നൽകുന്നതിന് നന്ദി, എനിക്ക് അധ്വാനിക്കാൻ പറ്റിയെന്നതിന് നന്ദി. എല്ലാത്തിനും നന്ദി പറയുക. എല്ലാത്തിനും ഈശ്വരൻ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈശ്വര എന്ന് വിളിച്ചാൽ മതി. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ദേവതയെ വിളിക്കണം. കൃഷ്ണനല്ലേ, ശിവനല്ലേ, ഭദ്രകാളി എന്നൊക്കെ വിളിക്കണം. ക്ഷേത്രത്തിൽ നിന്ന് ഇരിക്കുമ്പോഴും വെളിയിൽ വന്നു കഴിഞ്ഞും ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഈശ്വര ഈശ്വര നന്ദി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഈശ്വരബോധം ഉണ്ടായി വരും. ഈശ്വരബോധമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് കേട്ടോ. എനിക്കിപ്പം പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. നിങ്ങൾക്ക് അതൊക്കെ ഒരുപാട് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതങ്ങൾ സംഭവിക്കുമല്ല, അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു കഴിവില്ലേ പോലും ഈശ്വരൻ ആ വ്യക്തിയിൽ എല്ലാ കഴിവുകളും നൽകും. ഒരു ജീവിതത്തിൽ ഒരു സാഹചര്യം ഇല്ലേ പോലും നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ അറിവുണ്ടാകും, കഴിവില്ലേ കഴിവുണ്ടാകും. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം വന്നു ചേരും. ആ ഈശ്വരൻ ഒരു ഞൊടി വിചാരിച്ചാൽ മതി. ആ ഈശ്വരനെ ഇല്ലാതെ ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു. ആ നന്ദിയോടെ ആ സ്നേഹത്തോടെ ഈശ്വരനെ വിളിക്കാൻ തുടങ്ങുന്നു. ഈശ്വര നന്ദി, ഈശ്വര നന്ദി, എല്ലാത്തിനും അവിടത്തേക്ക് നന്ദി, അവിടത്തേക്ക് നന്ദി എന്നിങ്ങനെ പറയാൻ തുടങ്ങുന്നു. നിങ്ങൾക്ക് ആ തിരിച്ചറിവുണ്ടാകുന്നു. ആ നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം അതാണ്. നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്ന ഒരു നിമിഷം അതാണ്. അല്ലാതെ ബാക്കി ഒന്നുമല്ല. എല്ലാം ഞാനീ പറഞ്ഞതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പറഞ്ഞു തരാവുന്ന ഒരു ഭാഗം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനപ്പുറത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂവളത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. ആ കൂവളത്തിൻ്റെ മരത്തിൽ ഈ
ആ കൂവള മരത്തിന്റെ തൊലിയിൽ എപ്പോഴും ഈ ഫംഗസ് പോലെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് പടർന്നു പിടിച്ചു. അപ്പോഴത്തേന് ഞാൻ എന്നും അത് ചിരണ്ടി കളഞ്ഞ് വെള്ളം കൊണ്ട് കഴുകും. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അത് വരും. ഇത് തന്നെ എനിക്ക് പണി. ഒരു ദിവസം ഞാൻ വളരെ സങ്കടത്തോടെ ഞാനത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ചിരണ്ടി കളഞ്ഞു. ഈശ്വര, എനിക്ക് ഈ കുവളത്തിന്റെ ഇത് മാറ്റാനുള്ള ശക്തിയില്ല. ഒരു നിമിഷമെങ്കിലും ഈ കുവളത്തെ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു ആശ്വാസം കിട്ടുമെങ്കിൽ ഈശ്വര നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദിവസം ആ കുവളത്തിന്റെ ആ ആ ഫംഗസ് എല്ലാം കഴുകിക്കളഞ്ഞ് ഇന്നേ വരെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു, എത്രയോ നാളുകളായി, അതിനൊരു കുഴപ്പമില്ല. പിന്നെ ഫംഗസ് വന്നിട്ടില്ല. ഇപ്പോഴും എൻ്റെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് കാണാം. അവിടെ ആര് പ്രവർത്തിച്ചു? ഞാനല്ല, ഈശ്വരൻ. ഇങ്ങനെ ഈശ്വരനോട് നിങ്ങൾ നന്ദി പറയണം. അത്ഭുതങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ. സത്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ശിവ ശിവ.